ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകന്റെ റിസാലത്തിന്റെ നാവ് കണ്ടല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി നിഴലിനോട് ഉപമിച്ചത് ഹബീബായ നബി പറഞ്ഞു ഇന്ന ദുനിയാ ലിൽനിസാഇൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ഇന്ന ദുനിയാ ലിൽനിസാഇൽ ഈ ഭൗതിക ലോകം നീങ്ങി പോകുന്ന നിഴലാണ് ആരുടെ കൈപ്പിടിയിലും ഒതുങ്ങി നിൽക്കാത്ത നിഴലാണ് ഈ ദുനിയാവെന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ചരിത്രകാലത്തിലെയും ചരിത്രാധീന കാലത്തിലെയും ചരിത്രത്തിന് ശേഷമുള്ള കാലത്തിലെയും ഏറ്റവും വലിയ ദരിദ്രന്റെ കൊട്ടാരത്തിൽ കിടന്നുറങ്ങിയ ലോകത്തിന്റെ രാജാവിന്റെ ഉറക്കറയിൽ സമയത്ത് ആ ലോകത്തിന്റെ രാജാവ് ഒന്ന് കടന്നു വന്നിട്ട് ഈത്തപ്പന മരത്തിന്റെ ഓലയിൽ കിടക്കുന്നത് കാണുമ്പോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ ദാരിദ്ര്യം സഹിക്കാൻ കഴിയാതെ തന്റെ പ്രിയപ്പെട്ട രാജാവ് ഒന്ന് തന്റെ കാൽമുട്ടുകൾ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് വിശപ്പ് സഹിക്കാൻ കഴിയാതെ കിടക്കുന്നത് കാണുമ്പോ ആ രാജാവിന്റെ രാജപത്നി പദമനുഗ്രഹിച്ച പ്രിയപ്പെട്ട ഭാര്യ വന്ന് കുഞ്ഞിനെ പോലെ ചുരുട്ടുകൂടി കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്ത് വന്നിരുന്ന് കൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഒട്ടിക്കിടക്കുന്ന വയറിലേക്ക് തടകി കൊടുക്കുമ്പോ തന്റെ കണ്ണു പിടിച്ചെഴുന്നേറ്റുന്ന പ്രിയപ്പെട്ട ഭർത്താവ് സമയത്ത് ഉറക്കം വരാതെ പട്ടിണി കിടന്ന് ഒട്ടിപ്പോണ് തന്റെ വയറിലെ സ്നേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് തലോടിയ ഭാര്യയുടെ കണ്ണുനീരിന്റെ മുമ്പ് യാ റസൂലല്ലാഹ് പ്രിയപ്പെട്ട തിരുദൂതരെ അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമയായ ഈത്തപ്പന മരത്തിന്റെ ഓല വിളിച്ചിട്ട് ഈ മണൽത്തരിയുടെ മുകളിൽ കിടക്കുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല തിരുദൂതരെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത് പ്രിയപ്പെട്ട സഹാബിയല്ല അവിടുത്തെ റിസാലത്തിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് പരിരംഭണത്തിൽ കിടന്നുറങ്ങിയ പ്രിയപ്പെട്ട സഹധർമ്മിണി ആവരാടി പറയുമ്പോ ആ സമയത്ത് മദീന നഗരം മുഴുവനും ഉറക്കത്തിൽ കിടക്കുമ്പോ പൊട്ടിക്കരയുന്ന ഭാര്യയുടെ കയ്യിലേക്ക് തന്റെ റിസാലത്തിന്റെ കരങ്ങൾ ചേർത്ത് വെച്ചിട്ട് ആയിഷ കരയുന്നതെന്തിനാ ഈ ഭൗതിക ലോകത്തിന്റെ സുഖത്തിന്റെ ബുദ്ധിമുട്ട് കാണുമ്പോ ഭൗതിക ലോകത്തിന്റെ ദുനിയാവിന്റെ കട്ടപ്പാട് കാണുമ്പോ നീ എന്തിനാ കണ്ണുകളിൽ കണ്ണുനീര് വീഴുന്നതെന്തിനാ ഇന്നമാനവ ദുനിയാ കറാക്കിനി നിസ്തവല്ല തഹത ശജറത്തിൽ തുമ്മറാവ തറകാ ഇത് നടക്കുന്നത് ഏതെങ്കിലും പ്രഭാഷണ മധ്യേയല്ല. അഹമ്മദ് കബീർ വാക്കവി സാഹിത്യം പറയാറുണ്ട്. എപ്പോഴെന്നറിയ ആൾക്കൂട്ടത്തെ കാണുമ്പോ ആ സാഹിത്യത്തിന്റെ വാക്കുവിലാസവും ഉപമയും വരുന്നത് ഒരു പ്രവാസകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രഭാഷണത്തിന്റെ മധ്യത്തില മാർട്ടിൻ ലൂതർ കിങ് ലോക ചരിത്രത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് പോലും വിസ്മയിപ്പിച്ച വാക്ക് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ഒരു പ്രഭാഷണത്തിന്റെ നടുവില ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ടെന്ന് പറഞ്ഞ് ലൂതർ കിങ് പറഞ്ഞ ഉപമ ഒരു വലിയ പ്രഭാഷണ മധ്യത്തിലാണ് നടക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി ഈ ഉപമ പറയുന്നത് ഏറ്റവും വലിയ സാഹിത്യം പറയുന്നത് പ്രഭാഷണത്തിന്റെ നടുവിലല്ല, പതിനായിരക്കണക്കിന് അനുയായികളുടെ ആരവത്തിന്റെ നടുവിലല്ല. പാതിരാ സമയത്ത് തന്റെ അയൽപക്കക്കാർ മുഴുവൻ സുഖമായിട്ട് കിടന്നിറങ്ങുമ്പോ പട്ടിണി കാരണത്താൽ ഉറക്കം വരാതെ ഈത്തപ്പനമരത്തിന്റെ ഓലയിൽ കിടക്കുന്നതിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കട്ടപ്പാടെടുത്തിട്ട് പാതിരാ സമയത്ത് പൊട്ടിക്കരയുന്ന ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കിടന്നിറങ്ങുമ്പോ ഭാര്യയുടെ കരസ്പർശനമേ തുടക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞ വാക്കാടിയത് ആയിഷ പ്രിയപ്പെട്ട സഹധർമ്മിണി കരയുന്നതെന്തിനാ ഈ ഭൗതിക ലോകത്തിന് ജീവിച്ചിരിക്കുമ്പോ ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് എങ്ങനെയെന്നറിയോ? വളരെ വിശാലമായ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു വരുമ്പോ സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ ഈ മരുഭൂമിയുടെ ഇടയിൽ കാണുന്ന വൃക്ഷത്തിന്റെ തണലില് ഒരല്പനേരം തണല് കൊണ്ട് ക്ഷീണം മാറുമ്പോ ആ വൃക്ഷത്തണൽ ഉപേക്ഷിച്ചിട്ട് നടന്നു പോകുന്ന യാത്രികനെ പോലെയാണ് ഞാൻ. ഇത് സഭാവില്ലു എപ്പോഴാണോ തണല് മാറുന്നത് ആ സമയത്ത് യാത്ര തുടരുന്ന വഴിയാത്രക്കാരനെ പോലെയാണ്. അതുകൊണ്ട് വഴിയരികിൽ കിടക്കുന്ന വഴിയാത്രക്കാരനെ പോലെയാ ഈ ദുനിയാവിലെ എന്റെ ജീവിതമെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്തിട്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യയോട് മാത്രമല്ല അവരുടെ അനുയായികളോട് പറഞ്ഞു, ഇന്ന ദുനിയാ ലിൽനിസായ, ഈ ദുനിയാവ് നീങ്ങി പോകുന്നതാണ്. ഏത് സമയത്ത് സ്വന്തം നിഴലിനെ പിടിക്കാൻ പോകും.
പോകുമ്പോ ആ നിഴല് നിന്നെ മോഹിച്ചുകൊണ്ട് പാതു പോകുന്നത് പോലെ നിന്റെ കൈവെള്ളയിൽ ഒതുങ്ങുന്നതല്ല ഈ ദുനിയാവ്. അത് നിഴലാണ്, നിഴലാണ്, നിഴലാണ്. ആ നിഴലിനെ പ്രണയിക്കരുത്, ആ നിഴലിനെ പ്രണയിക്കരുത്, ആ നിഴലിനെ പ്രണയിക്കരുത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആരാണോ ദുനിയാവെന്ന കാമുകയെ ശരീരത്തോട് കെട്ടിപ്പിടിക്കുന്നത്, ആരാണോ ഈ പ്രണയിയെ പ്രണയിക്കുന്നത്, ആരാണോ ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു സുന്ദരിയായ പെണ്ണിനെ പോലെയാ. ഇന്ന ദുനിയാ ഹുർവത്തുൻ ഹലറാ. ഈ ദുനിയാവ് ഒരു സുന്ദരിയാണ്, ഈ ദുനിയാവ് ഒരു പെണ്ണാണ്, പെണ്ണാണ്, പെണ്ണാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇദ്ദേഹത്തിന്റെ ഉള്ളിലെ പ്രണയിനിയാരെന്നറിയോ? അത് ഈ പച്ച ദുനിയാവാണ്. അതുകൊണ്ടല്ലേ മേറാജിന്റെ യാത്ര പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിന്റെ കൂടെ നടക്കുമ്പോ ഹബീബായ നബിയെ ഒരു സുന്ദരി പെണ്ണ് കൈയാട്ടി വിളിച്ചു സ്വർഗ്ഗത്തിന്റെ മുമ്പിൽ. ഭീമാപള്ളിയിലല്ല, വള്ളക്കടവിലല്ല, കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിലെ 4 മണിക്കല്ല, മേറാജിന്റെ യാത്ര പോകുമ്പോ മൗലായ സല്ലി വസല്ലം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പോരാ, ഞാൻ പ്രസംഗത്തിൽ എന്റെ വഴിക്കു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിനെ നിഴലിനെ പ്രണയിക്കരുത്. നിഴലെന്ന് പറഞ്ഞാൽ എന്താ? നിഴല് ദുനിയാവ്. ദുനിയാവിനെ പ്രണയിക്കരുത്. യഥാർത്ഥത്തിൽ ഒരു പ്രണയം ഉണ്ടാകണമെങ്കിൽ, യഥാർത്ഥത്തിൽ പ്രണയം ഉണ്ടാകണമെങ്കിൽ ആ പ്രണയിനിക്ക് ഒരല്പ സൗന്ദര്യം പുറകിലും വന്നത്. ഉണ്ടായിരിക്കാൻ പറയും. അപ്പൊ അത് കേൾക്കുന്നില്ല, കുഴപ്പമില്ല. പള്ളിയുടെ അങ്ങേയറ്റത്ത് നല്ല വിശാലമായ മണപ്പുറത്ത് അവിടെ പോയി നോക്കാൻ പറഞ്ഞു. കേൾക്കുന്നവരും കൂടി, കാരണം ഈ വലത്തെ ചെവിയൊന്ന് സംസാരിച്ച് എന്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നാട്ടുവർത്താനം പറയാൻ സമയത്ത് കിട്ടാൻ 2 മണിക്കൂർ അത് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കും. അപ്പൊ പ്രണയിക്കണമെങ്കിൽ ഒരൽപ്പം സൗന്ദര്യം വേണം. വേണമെന്നില്ല, സൗന്ദര്യം ഇല്ലാത്തതിനെ പ്രണയിക്കും, അത് വേറെ കാര്യം. കരുനാഗപ്പള്ളിക്കാരി റഷീദ എന്ന് പറയുന്ന 45 വയസ്സുകാരി കാമുകന്റെ കൂടെ 3 മക്കളെയും വിട്ടിട്ട് ഒളിച്ചോടി. അവളെ മലപ്പുറത്താണ് കണ്ണൂരെ വെച്ച് കൊട്ടേഷൻ സംഘം കൊടുത്തിട്ടാണ് നമ്മുടെ സലിം രാജ് പിടിക്കാൻ പോയത്. അവിടെ വെച്ചാണ് അയാൾ കുടുങ്ങിയത്. ആ പെണ്ണിന്റെ ഒരു ചിത്രം കോടതിയിൽ കയറുമ്പോ ഈ പെണ്ണിന്റെ ഒരു ചിത്രം മലയാള മനോരമയാണെന്ന് തോന്നുന്നു. 45 വയസ്സുള്ള 3 മക്കളുള്ള റഷീദ എന്ന കരുനാഗപ്പള്ളിക്കാരി തന്റെ വീട്ടിൽ സിമന്റ് പൂശാമെന്ന വേലന്റെ കൂടെ ഒളിച്ചോടി. അതിനകത്ത് വർഗീയതൊന്നുമില്ല, ഒളിച്ചോട്ടത്തിന് എന്ത് മതം. അപ്പൊ ആ പെണ്ണിനെ 3 മക്കൾ ഉപേക്ഷിച്ചിട്ട് ആ പെണ്ണ് ഭർത്താവിന് 40 ലക്ഷം രൂപയും 80 പവൻ സ്വർണവുമായിട്ട് പോകണമെങ്കിൽ ഞാൻ വിചാരിച്ചു സിമന്റ് പൂശാമെന്ന മേശിരി ഒന്നുകിൽ സുന്ദരനായിരിക്കും, അല്ലെങ്കിൽ ഇവൾ സുന്ദരിയായിരിക്കും. പക്ഷെ ആ പെണ്ണ് 45 വയസ്സുകാരി കോടതിയിൽ വന്നപ്പോ അവളുടെ ഫോട്ടോ മലയാള മനോരമയുടെ ഒരു പത്രത്തിൽ ഞാൻ കണ്ടു. ആദ്യം എനിക്കൊരു ഫോട്ടോയാന്ന് മനസ്സിലായില്ല, പെണ്ണാന്ന് മനസ്സിലായില്ല. ഞാൻ അവിടെ നോക്കി റോഡ് ക്ലോസ്ഡ് എന്നെങ്ങാനും ഒരു പരസ്യം ഉണ്ടോ. കാരണം എനിക്ക് തോന്നിയത് അതൊരു ടാറിന്റെ വീപ്പ കമന്തി വെച്ചതാണ്. പിന്നെ ഞാൻ നോക്കി റോഡ് ക്ലോസ് എന്നോ അല്ലെങ്കിൽ ടേക്ക് വേസ്റ്റ് എന്നെങ്ങാനൊന്നും കാണും എന്ന്. അല്ല, അത് ആ പെണ്ണിന്റെ ഫോട്ടോയാണ്. അപ്പോ പ്രണയിക്കണമെങ്കിൽ അതിന് സൗന്ദര്യം ഒരു മാനദണ്ഡമല്ല. പക്ഷെ സ്വാഭാവികമായും അങ്ങനെ ഒരു മാനദണ്ഡമുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവ് ഒരു അടിപൊളി പെണ്ണാണ്. ഈ ദുനിയാവ് ഒരു അടിപൊളി സുന്ദരി. അടിപൊളി സുന്ദരി എന്ന് പറഞ്ഞാൽ, അടിപൊളി സുന്ദരി എന്ന് പറഞ്ഞാൽ ആരാ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മേറാജിന്റെ യാത്ര പോകുമ്പോ 7 ആകാശങ്ങളും താണ്ടിക്കടന്ന്, 7 ആകാശങ്ങളും താണ്ടിക്കടന്ന്, 7 ആകാശങ്ങളും നീണ്ട്, 7 ആകാശങ്ങളും നീന്തിക്കടന്ന് ഹബീബായ നബി തങ്ങൾ സ്വർഗ്ഗത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ ആ സ്വർഗ്ഗത്തിന്റെ മുമ്പിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ഒരു സുന്ദരി പെണ്ണ് മാറി വിളിച്ചുടത്രേ.
ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ആ നിൽക്കുന്ന പെണ്ണാരാ? നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ, ആ സുന്ദരിയായ നമ്മളെ പോലെ അണിഞ്ഞറി നിൽക്കുന്ന സുന്ദരിയാരെന്നറിയോ? ജിബ്രീലിനോട് ചോദിച്ചു, ആ സുന്ദരിയാരാ? ജിബ്രീൽ പറയാൻ ആരെന്നറിയോ നബിയേ? ആ സ്വർഗത്തിന്റെ മുമ്പിൽ മാടി വിളിച്ചതാരാ? സരിതയല്ല, അതാരെന്നറിയോ? ഹാദിഹി ദുനിയാ, ഇത് ദുനിയാവാണ്, ദുനിയാവാണ്, ഇത് ദുനിയാവാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുത്തു. മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് ഏത് ചെറുപ്പക്കാരനെ മോഹിക്കാൻ കഴിയുന്ന, ഏത് ചെറുപ്പക്കാരുടെ ഹൃദയത്തെ ഇളക്കാൻ കഴിയുന്ന, എത്ര വലിയ ഹജ്ജ് ചെയ്തവന്റെ മനസ്സിനെയും ഇളക്കാൻ കഴിയുന്ന, ഏത് വലിയ കുത്തുബുൽ കിതാബിന്റെയും, ഏത് വലിയ ഹാഫിദിന്റെയും, ഏത് വലിയ പ്രവാസകന്റെയും മനസ്സിനെ ഇളക്കാൻ കഴിയുന്ന മാതകത്തിടമ്പായ മനോഹാരിയെ പോലെയാണ് ഈ ദുനിയാവ് നിങ്ങളുടെ മുമ്പിൽ അണിഞ്ഞു നിൽക്കുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഘോഷണം മുഴങ്ങി സഹാബ, ഈ സുന്ദരി പെണ്ണായ ദുനിയാവിന്, ഈ നിലവിനെ നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഈ നിലവിനെ പ്രണയിച്ചാൽ അവന്റെ ആഖിറം ഏറ്റവും വലിയ ദുഷ്കരമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആരാണോ ഈ പെണ്ണിനെ മോഹിക്കുന്നത്, ആരാണോ ദുനിയാവിനെ പ്രണയിക്കുന്നത്, അവൻ ആഖിറത്തിലെ കട്ടപ്പെടേണ്ടി വരും. അവന്റെ ഹിസാബ് ശരിയാവില്ല, അവന്റെ മീസാൻ എളുപ്പമാവുകയില്ല, അവന്റെ സിറാത്ത് എന്ന ഭാരം അവൻ കടക്കുകയില്ല. അവന്റെ നന്മകളുടെ ത്രാസുകളിൽ, അവന്റെ നന്മയുടെ ത്രാസുകളിൽ ഭാരം കിട്ടുകയില്ല. ആരാണോ ദുനിയാവിനെ പ്രണയിക്കുന്നത്, ആരാണോ ഈ കാമുകയെ പ്രണയിക്കുന്നത്, അവന്റെ ആഖിറത്തിൽ അവൻ കട്ടപ്പെടേണ്ടി വരും. മറിച്ച് ആരാണോ ആഖിറത്തെ പ്രണയിക്കുന്നത്, ആരാണോ ആഖിറത്തെ പ്രണയിക്കുന്നത്, അവന്റെ ദുനിയാവ് അവന്റെ കട്ടപ്പാട് നടന്നതായിരിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. രണ്ട് പ്രണയികളെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. ഇത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആര് ദുനിയാവിനെ പ്രണയിച്ചോ അവന്റെ ആഖിറം കെട്ടപ്പാടിലാണ്. ആര് ആഖിറത്തെ പ്രണയിച്ചോ, ആര് ആഖിറത്തെ പ്രണയിച്ചോ അവന്റെ ദുനിയാവ് കെട്ടപ്പാടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ പ്രഭാഷണം കേൾക്കാൻ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ ചുവട്ടിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നിങ്ങളെ തെരഞ്ഞെടുത്തുകൊള്ളുക, നിങ്ങളെ തെരഞ്ഞെടുത്തുകൊള്ളുക. നാളെ രാവിലെ ഉറക്കമെഴുന്നേൽക്കുമ്പോ നിങ്ങളുടെ മുമ്പിൽ നശിച്ചു കിടക്കുന്ന സാധനത്തെ വിട്ടിട്ട് ഒരിക്കലും നശിക്കാത്ത സുഗരസങ്ങളുടെ കലവറയെ നിങ്ങളെ തെരഞ്ഞെടുത്തുകൊള്ളുക. ആഖിറത്തെ നിങ്ങൾ പ്രണയിച്ചുകൊള്ളുക, നിഴലിനെ നിങ്ങൾ പ്രണയിക്കരുതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ദുനിയാവിനെ സ്നേഹിച്ചാൽ ആഖിറം കെട്ടപ്പാടാണ്, ആഖിറത്തെ സ്നേഹിച്ചാൽ ദുനിയാവ് കെട്ടപ്പാടാ, ആഖിറത്തെ സ്നേഹിച്ചാൽ ദുനിയാവ് കെട്ടപ്പാടാ. നമ്മളല്ലേ ദുനിയാവിനെ സ്നേഹിച്ചവർ, ആഖിറത്തിലെ നമുക്ക് കെട്ടപ്പാടുന്നത്. അല്ലാഹുവിന്റെ ആഖിറത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് അവർക്ക് ദുനിയാവ് കെട്ടപ്പാടായത്. ആർക്കെന്നറിയോ, ആർക്കെന്നറിയോ? അമേരിക്കയുടെ പീരങ്കിയുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു കൊടുത്ത ഫലസ്തീനിലെ പ്രിയപ്പെട്ട പോരാളികൾക്ക് ഈ ദുനിയാവ് കെട്ടപ്പാടിൻ്റെതായത്, തലചായ്ക്കാരൊരു കിടപ്പാടുമില്ലാതായത്, അവരുടെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയത്, ഫലസ്തീനിന്റെ തെരുവോരങ്ങള് പ്രിയപ്പെട്ട മാതാപിതാക്കളെ മയ്യത്ത് പിടിച്ചിട്ട് എനിക്കിനി ആരാണ് ഉപ്പയെ തരുന്നതെന്ന് തോന്നിക്കുന്ന ഈ ഫലസ്തീനിലെ യതീമക്കൾക്ക് അവർക്ക് ദുനിയാവിലെ കെട്ടപ്പാടുള്ളൂ. അവർക്ക് വാപ്പയില്ല, അവർക്ക് ഉമ്മയില്ല, അവർക്ക് ജീവിതത്തിലെ സഹോദരങ്ങളില്ല. പക്ഷേ അവർക്ക് ആഖിറത്തിൽ ചൊല്ലുമ്പോ അവർ ആഖിറത്തെ പ്രണയിച്ചവരാ. എത്രയോ പ്രാവശ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിൽ നിന്നിട്ട് ചൂരപ്പട്ടാളക്കാരുടെ AK-47 തോക്കിന്റെ മുമ്പിൽ യാതൊരുവിധ പേടിയില്ലാതെ ഫുട്ബോൾ തട്ടുന്ന ഫലസ്തീനിലെ 12 വയസ്സുകാരൻ ചെറുപ്പ
വെച്ചിട്ട് ഞാനാ ചോദിച്ചത് മോനെ നിന്റെ വാപ്പയോട് അവൻ ആകാശത്തേക്ക് കൈകൾ എത്തിയിട്ട് പറഞ്ഞു ഇലാ റഹ്മത്തില്ല. എന്റെ വാപ്പ ഇസ്രായേൽ കൊന്നല്ല, എന്റെ വാപ്പ അമേരിക്ക കൊന്നല്ല, എന്റെ വാപ്പ പണച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് പോയി. മോനെ നിന്റെ ആഗ്രഹം എന്താ? എന്റെ വാപ്പയുടെ കൂടെ എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം. കാരണം ദുനിയാവിനവർക്ക് കെട്ടപ്പാടുള്ളൂ. അവരാഗ്രഹിച്ചത് സ്വർഗത്തെയാണ്. എന്തിനാ നമ്മൾ കരയുന്നത്? എന്തിനാ? സ്വന്തം പിതാവിന്റെ പുറകിൽ സ്കൂട്ടറിൽ കയറിയിട്ട് പുറകിൽ നിന്ന് കൊണ്ടുപോകുന്ന 12 വയസ്സുകാരിയെ സ്കൂട്ടറിൽ നിന്ന് പിടിച്ചിറക്കി 14 പേര് കൂട്ടമായി മാനവങ്ങൾ തേട് മുസഫർ നഗറിലെ പാവപ്പെട്ട 12 വയസ്സുകാരിയെ വലിച്ചെറിയുമ്പോ അവർക്ക് ദുനിയാവിലെ കെട്ടപ്പാടുള്ളൂ. അവർക്ക് നാളെ ആഖിറത്തിലെ കെട്ടപ്പാടില്ല. കാരണം അവരാര് നിലവിലെ പ്രവഹിച്ചവരല്ല. ഇന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അമേരിക്കയിലെ ഏകാധിപത്യ സിംഹാസനത്തിന് മുമ്പ് ഈജിപ്തിലെ പാവപ്പെട്ട നിരപരാധികളെ കൊന്നു തടയുന്ന അബ്ദുറഹ്മാൻ സിസി എന്ന ഏകാധിപതിയുടെ തോക്കിന്റെ കുടല് 7 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ നേരെ വിമാനവേദ പീരങ്കികൾ കൊണ്ട് വെടിവെക്കുമ്പോ കൊല ചെയ്യപ്പെട്ട പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഈ ഈജിപ്തിലെ റാബിയ സ്ക്വയറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ റാബിയ സ്ക്വയർ മുസ്ലിം മുബാറക്കിന്റെ കിരാതവർണ്ണത്തിന്റെ പ്രേതാത്മാക്കൾ കൊല ചെയ്ത കൊച്ചു മക്കളുടെ ചിത്രത്തിന്റെ നാളെ എഴുതി വെച്ചിട്ടുണ്ട്. നാളെ ആഖിറത്തിൽ വരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈജിപ്തിൽ പോയാൽ വെടിയുണ്ടേറ്റ് പിടന്ന് വീണ പാവപ്പെട്ട നിരപരാധികളായ കൊച്ചുമക്കളെ ചിത്രത്തിന്റെ നാളെ ഖുർആനായി എഴുതി വെച്ചിട്ടുണ്ട്. നാളെ ആഖിറത്തിൽ വരുമ്പോ ഇവിടെയല്ലേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ കഴിയൂ. നാളെ ആഖിറത്തിൽ വരുമ്പോ അല്ലാഹു ചോദിക്കും ഈ മക്കളോട്, മക്കളെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ പിഞ്ചുബാലങ്ങളെ കൊന്നരിഞ്ഞിടണ്ട്? റബ്ബ് ചോദിക്കുമെന്ന് ആയത്തിപ്പോഴും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ഫോട്ടോയുടെ താഴെ വെച്ചിട്ടുണ്ട്. കാരണം എന്താ? ആഖിറത്തെ സ്നേഹിക്കുന്നവന് ദുനിയാവിലെ കട്ടപ്പാടാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അവരെ ഒത്ത് കരയും, അവരാഖിറത്തിൽ നിന്ന് ചിരിക്കും. കാരണം എന്താ? ആഖിറത്തെ സ്നേഹിക്കുന്നവന് ദുനിയാവ് കഷ്ടപ്പാടാണ്, നിഴലിനെ പ്രണയിക്കുന്നവന് ആഖിറ കഷ്ടപ്പാടാണ്. ഇത് പേര് വേണം, പേര വേണ്ടേ? ആഖിറത്തെ സ്നേഹിച്ചിട്ട് ദുനിയാവിൽ കഷ്ടപ്പാട് സഹിക്കണോ? നിഴലിനെ പ്രണയിച്ചിട്ട് ആഖിറത്തിൽ കഷ്ടപ്പാട് സഹിക്കണം? ഏതാ വേണ്ട പറഞ്ഞു? കുഴഞ്ഞു. ഇതിപ്പോ കുഴഞ്ഞു. കാരണം എന്താ? ഇത് പേര് പറഞ്ഞാലും കുഴയും. നിങ്ങളുടെ തീരുമാനം എന്താ? നിഴലിനെ പ്രണയിച്ചിട്ട് ആഖിറം കഷ്ടപ്പാടിലാവണോ? അതല്ല ആഖിറത്തെ സ്നേഹിച്ചിട്ട് ഇവിടെ 2 കമ്പാരിസൺ ഉണ്ട്. ഒന്ന് ആഖിറത്തെ പ്രണയിച്ചവർ, ഇത് നീങ്ങിപ്പോകുന്ന നിഴലിനെ, നീങ്ങാത്ത നിഴൽ. അത് ഞാൻ പറയും ഇൻഷാ അല്ലാഹ് ഫീ ഖുർആൻ. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഓറക്കെ അള്ളാഹു നമ്മളങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു ആക്കി തരട്ടെ. 2 മണിക്കൂർ നിങ്ങൾ ഞാനും മെനക്കെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. കുറെ കഥകളും ഒക്കെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ആ പറയുന്നത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം മേടിച്ച് വെച്ചിട്ട് ഒന്നിച്ചുള്ളൂ. നന്നായി ഇടയിൽ പേപ്പർ വന്നാൽ ഞാൻ വായിക്കും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന മറന്നു. അപ്പൊ എല്ലാവരും പ്രണയത്തെ കുറിച്ച് പറയുമ്പോ പ്രണയം നടന്നു. എന്താ പറഞ്ഞു? രണ്ട് ചോയ്സാണ് നമ്മുടെ മുമ്പിൽ. ഒന്ന്, ദുനിയാവിൽ കഷ്ടപ്പെടുക, ആഖിറത്തെ സ്നേഹിക്കുക. അല്ലെങ്കിൽ ആഖിറത്തിൽ ദുനിയാവിനെ സ്നേഹിക്കുക, നിഴലിനെ പ്രണയിക്കുക, ആഖിറത്തിൽ കഷ്ടപ്പെടുക.
യഥാർത്ഥത്തിൽ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോയ്സ്. അള്ളാഹു ഏറ്റവും മെച്ചമായത് തിരഞ്ഞെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കും. അള്ളാഹു ഏറ്റവും മെച്ചമായത് തിരഞ്ഞെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. ആഖിറത്തിനെ സ്നേഹിച്ച ആളുകൾ അവരാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് രണാങ്കണത്തിലെ സഹാബത്ത് മുഴുവൻ ചിതറിത്തെറിക്കുമ്പോ നാല് ഭാഗത്തേക്കും അല്ലാഹുവിന്റെ റസൂലിനെ വിട്ടിട്ട് സഹാബത്തുകൾ മുഴുവൻ ചിതറിത്തെറിച്ചു പോകുമ്പോ വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും വദല്ല അർദു വസ്സമാവാതു വഇദത ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ വിശാലമായ സ്വർഗ്ഗത്തിലേക്ക് ഓടി വരിക, ആകാശഭൂമികളേക്കാൾ വിശാലമായ ദുനിയാവിലേക്ക് നിങ്ങൾ ഓടി വരിക എന്നല്ലാഹുവിന്റെ റസൂലിന്റെ ആയത്ത് ഓതുമ്പോ ആ സമയത്താണ് ഉമയ്യ ഇബ്നു ഹമാമ റളിയല്ലാഹു അൻഹു ഒരു ഈത്തപ്പഴം തിന്നുകൊണ്ടിരിക്കുന്നത്. ആ ഈത്തപ്പഴത്തിന്റെ പകുതി തന്നെ അണ്ണാക്കിലേക്ക് ഇറങ്ങി പോകുമ്പോ ആ സമയത്താണ് നബിയോട് ചോദിച്ചത്, നബിയേ അജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർളു യാ റസൂലല്ലാഹ്, ആകാശഭൂമികളേക്കാൾ വിശാലമായ സ്വർഗ്ഗമോ നബിയേ? അതേ ഉമൈറേ, അതേ ഉമൈറേ, നീ കാണാത്ത സ്വർഗ്ഗത്തിന് ആകാശഭൂമികളേക്കാൾ വിശാലതയുണ്ട് ഉമൈറേ. എവിടെയാണ് കുതിര കുളമ്പടിയുടെ ധ്വജത്തിന്റെ ഏറ്റവും വലിയ കുളമ്പടി ശബ്ദം കേൾക്കുന്ന പണപ്പറമ്പിലാണ് ചോദ്യം വരുന്നത്. പള്ളിയുടെ മിഹ്റാബിലല്ല, ഇത്തിക്കാഫിൽ ഇരിക്കുമ്പോഴല്ല, ദിക്റിന്റെ മജ്‌ലിസിലല്ല, വാൽതരപ്പുകൾ അന്തരീക്ഷത്തിൽ ആഞ്ഞു വെട്ടുന്ന പണപ്പറമ്പിലാണ് ചോദ്യം വരുന്നത്. സേനാനായകൻ പറയുന്നു സ്വർഗ്ഗത്തിന് ആകാശഭൂമികളുടെ വിശാലതയുണ്ട്. ഉണ്ടോ നബിയേ? ഉണ്ട് മേരെ. അത് മതി നബിയേ എന്ന് പറഞ്ഞിട്ട് തന്റെ വായിൽ കിടക്കുന്ന പകുതി നിന്ന കാരക്ക കയ്യിലെടുത്തിട്ട് ആ കാരക്ക വലിച്ചു വെളിയിലേക്ക് എറിഞ്ഞിട്ട് അരപ്പട്ടയിൽ കിടക്കുന്ന മൂർച്ചയുള്ള വാളെടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമൈറേ എന്തിനാണ് ഈ പകുതി തപസ്സനെ എടുത്തു കളഞ്ഞത്? അതും കൂടി ചുണ്ടിട്ട് പോലെ ഉമൈറേ. വേണ്ട നബിയേ, വേണ്ട, വേണ്ട നബിയേ, വേണ്ട നബിയേ. ആ പകുതി തപ്പണം തിന്നുന്ന സമയം അതൊരു വലിയ ദൈർഘ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു നബിയേ. ആ സമയം കൂടി ദുനിയാവിൽ നിന്നാൽ ആഖിറത്തിലേക്ക് എനിക്ക് അത്രയും സമയം പിന്നേണ്ടി വരില്ലയോ റസൂലല്ലാഹ്. അതുകൊണ്ട് നബിയേ വായിൽ വെച്ച പകുതി ഈത്തപ്പഴം വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ പ്രണയിച്ചവർ അവരാണ് മുത്തബഉ ശരീഅത ബി ഖുതാഹ വഅൽഖൗ മാ യലീഖു ബിഹി റഹീബാ ومدور لها سرقا وغربا وحال البحر وقتنكل هيبا. അള്ളാന്റെ ഭീരൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവരുടെ കുതിരകളുമായി കടലിലോട്ടെടുത്ത് ചാടി അള്ളാന്റെ ആഗ്രഹത്തെ പ്രണയിച്ച ആളുകൾ അവരാണ് ലോകത്തോട് പറഞ്ഞു കൊടുത്തത്, ഈ ദുനിയാ അകല്ലു മിനൽ കലീലി വാശിഖുഹാ അകല്ലു മിനൽ ദലീലി. ആഖിറത്തെ പ്രണയിച്ചവർ നിങ്ങൾ നോക്ക് മനുഷ്യന്മാരെ പകുതി ഈത്തപ്പഴം തിന്നു. മനസ്സിലായില്ല നിങ്ങൾക്ക്? നിങ്ങൾക്ക് മനസ്സിലാവൂല. കാരണം എന്താ? ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ തന്നെ കുതിര വലിയ ജീവിയാണ്, പക്ഷെ ചെവി ചെറുതാണ്. കഴുത ചെറിയ ജീവിയാണ്, ചെവി വലുതാണ്, പക്ഷെ കഴുത മഹാമണ്ഡലമാണ്. കുതിര വലിയ ജീവിയാണ്, കുതിരയുടെ ചെവി ചെറുതാണ്. കഴുത കുതിരയെ അപേക്ഷിച്ച് ഇവിടുത്തെ കഴുത വലുതാണ്. പച്ചപ്പാലങ്ങൾ കുതിരയെ അപേക്ഷിച്ചിട്ട് കഴുത ചെറുതാണ്, പക്ഷെ അതിന്റെ ചെവി ഇത്രയുണ്ട്. കുതിര ഏറ്റവും ബുദ്ധിമാനായ ജീവിയാണ്. കുതിര والعاديات ضبحا فالموريات قدحا فالمغيرات صبحا. തന്റെ മാരണയും പുറത്തു വഹിച്ചുകൊണ്ട് വാളുകൾ തലപ്പ് കൂട്ടിപ്പിടിക്കുന്ന യുദ്ധത്തിലേക്ക്
പാഞ്ഞു പോകുന്ന കുതിരയെ തന്നെയാണ് സത്യം. ഈ ആയത്തിറങ്ങേണ്ട താമസം ഹബീബായ നബിയോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, കഴുതയെ പിടിച്ചല്ല സത്യം ചെയ്തില്ല, ആനെ പിടിച്ച് സത്യം ചെയ്തില്ല, എന്താണ് നബിയെ കുതിരയെ പിടിച്ച് സത്യം ചെയ്യാൻ കാരണം എന്താണ്? ഹബീബായ നബി പറഞ്ഞത്, ഖൈലു മഅഖൂദും ബിനവാസിഹിൽ ഖൈറു, കുതിരയുടെ നാസികയിൽ നന്മ കെട്ടിവെച്ചിട്ടുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുതിര ബുദ്ധിയുള്ളതാണ്. ഈ ചെവിയിൽ ഒരു ചെറിയ സുഷിര ഉണ്ടെങ്കിലേ ബ്രെയിൻ വർക്ക് ചെയ്യും. കാരണം കാറ്റ് മെല്ലെ അകത്ത് കയറണം. കാറ്റ് അകത്ത് കയറിയാല് ബുദ്ധി വർക്ക് ചെയ്യും. കുതിര ഭയങ്കര ബുദ്ധിയുള്ള ജീവിയാണ്. അപ്പൊ അതിന്റെ ചെവി ചെറുതാണ്. കാറ്റൊരു അല്പം തട്ടിയാൽ മതി, കുതിരയ്ക്ക് ബ്രെയിൻ വർക്ക് ചെയ്യും. കഴുത വിവരമില്ല, ഇത്രയും വലിയ ചെവിയുണ്ട്, ഓൾ ഇത്രയും വലുതുമാണ്. ഒരു കൊടുങ്കാറ്റ് കയറിയാലും കഴുത വിട്ട് ചിന്തിക്കൂല. നമ്മൾ ഏതാണ്ട് അങ്ങനെയൊക്കെയാ. ഈ കാറ്റ് അടിച്ചു കയറിയാലും എന്താ അങ്ങനെ ആവൊരു സഹോദരങ്ങളെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായിരുന്നു. അതുകൊണ്ടാണ് അവർ നിഴലിനെ വേണ്ട എന്ന് വെച്ചത്. നിഴലിനെ വേണ്ട എന്ന് വെച്ച് അവർ പ്രണയിച്ചില്ല. ബഹുമാനപ്പെട്ട താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു ജിബ്രാൾട്ടർ കടലിലേക്ക് കടന്ന് കപ്പലിൽ സഹാബത്തുമായി പോയി. നേരെ പോയി ദ്വീപിൽ കയറി. കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, കപ്പല് കരിച്ചു കളഞ്ഞേക്കുക, കപ്പല് കത്തിച്ചു കളഞ്ഞേക്കുക, നടുക്കടലിൽ നിൽക്കുക. കപ്പലെ നങ്കൂര വിട്ടു, ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? കപ്പല് കത്തിച്ചു കളഞ്ഞേക്കുക. അപ്പൊ ആ സമയത്ത് കൂടെയുള്ള ആളുകൾ ചോദിച്ചു, നടുക്കടലിൽ വന്നിട്ട് കപ്പല് കത്തിച്ചു കളയാനാ? നമ്മൾ എങ്ങനെയാ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി പോവുക? ഇങ്ങനെയൊക്കെ മറുപടി പറയാൻ കഴിയണമെങ്കിൽ അത് ചില അസാമാന്യ വ്യക്തികൾക്ക് കഴിയൂ, അല്ലാത്ത ആളുകൾക്ക് കഴിയില്ല. എല്ലാ ശൈഖുനാമാർക്കും കഴിയില്ല. അങ്ങനെയൊക്കെ മറുപടി പറയണമെങ്കിൽ എല്ലാ ശൈഖുനാമാർക്കും കഴിയില്ല, ശൈഖുനാക്കും കഴിയില്ല. എന്തേ ഉള്ളൂ, അതൊക്കെ ചില ആളുകൾക്ക് കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു നടുക്കടലിൽ ഒരു ദ്വീപിൽ, വലത്ത് ഭാഗത്തും കടല്, ഇടത് ഭാഗത്തും കടല്, മുമ്പിലും കടല്, പുറകിലും കടല്, വന്ന കപ്പല് തീട്ടു. ആ സമയത്ത് അലറിയടിക്കുന്ന തിരമാലകളുടെ നടുവ് താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, ഇനി എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി പോവുക? എങ്ങനെയാണ് നമ്മുടെ ഭാര്യയെ തിരിച്ചുപോയി കാണാൻ കഴിയുക? എങ്ങനെയാണ് നമ്മുടെ മക്കളുടെ കവളത്തിന് മുത്തം കൊടുക്കാൻ കഴിയുക? താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതിന് നമ്മൾ ഇനി എവിടേക്കാ തിരിച്ചു പോകുന്നത്? തിരിച്ചു പോകുന്നവനല്ലേ കപ്പൽ ആവശ്യമുള്ളൂ. നമ്മളെ പണച്ചടപ്പിലേക്ക് തിരിച്ചു പോകാമെന്നവരല്ലേ നമ്മൾ. ആരാ? മടക്കയാത്ര ആഗ്രഹിച്ചവനല്ലേ കപ്പൽ ആവശ്യമുള്ളൂ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തിരമാലകളുടെ നടുവിൽ പോയിട്ട് ആ തിരമാലകളുടെ നടുവിൽ ഒറ്റപ്പെട്ട ദ്വീപിൽ വെച്ച് കടന്നു വന്ന വാഹനം കത്തിച്ചു കളയാൻ ലോകത്തേടെങ്കിലും ഒരു മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിഴലിനോട് യുദ്ധം ചെയ്തവനല്ല, അവൻ ഈ നിഴലിനെ പ്രണയിച്ചവനല്ല. ഇനി എവിടേക്കാ പോകേണ്ടതെന്നറിയോ? ഈ കടലിടുക്കിൽ കിടന്ന് മരിച്ചിട്ട് പണച്ചറപ്പിന്റെ സ്വർഗത്തിലോട്ട് കടന്നു പോകണം. അതിനാണ് നമ്മൾ വന്നതെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോ പറയുന്ന നിഴലിനെ പ്രണയിച്ചവരാണ്. അങ്ങനെ ആവരുത്. ഒരു 4 ഗുണം നമുക്ക് വേണം. അത് പറഞ്ഞ ഇൻഷാ അല്ലാഹ് വന്നു തീരും. 4 ഗുണം ഇവിടെ നിന്നുണ്ടാക്കണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ആമി മാത്രമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അള്ളാഹു ഞങ്ങൾ ആക്കി തരട്ടെ. ഈ നിഴലിനെ പ്രണയിക്കരുത്. നിഴലിൽ ജീവിക്കുമ്പോൾ 4 ഗുണങ്ങൾ വേണമെന്നാണ് മഹാന്മാര് പറയുക. അത് ഞാൻ പറയാം. അതുകൊണ്ട് ഈ നിഴലിനെ പ്രണയിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു നാടുമുട്ട സിംഹാസനം മുഴുവനും കയ്യിലിരിക്കുകയാണ്. വെഞ്ചാമണം വീശുന്ന രണ്ടാമണികളായ തോടികൾ
സ്വർണ്ണ ചഷകങ്ങൾ പാനം ചെയ്യാൻ, സഞ്ചരിക്കാൻ പല്ലക്കുകൾ, രാവിലെയും വൈകുന്നേരവും മാറി കൊടുക്കാൻ സ്വർണത്തിന്റെ നൂലുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ. ആരെവിടെയെന്ന് ചോദിച്ചാൽ അടിയനെന്ന് വിളിച്ചു പറയാൻ ആയിരക്കണക്കിന് ആളുകൾ, നഖം വെട്ടാനും മുടി വെട്ടാനും പരിചാരകന്മാർ, രോഗം വന്നാൽ ചികിത്സിക്കാൻ 4 ഭാഗത്തും വൈദ്യന്മാർ. ഇങ്ങനെ ലോകത്തിൽ ഒരു മനുഷ്യന് കിട്ടാൻ കഴിയുന്ന എല്ലാ വലിയ സുഖലോലുപതയുടെയും നടുവിൽ താമസിക്കുന്ന മഹാരാജാവ്, അയാൾ ആ സൗഭാഗ്യം വിട്ടുകളയൂ? ഇല്ല. അതാണ് ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ തെറ്റ്. ഇന്ന് ലോകത്ത് തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല സുൽത്താന്മാർക്കും അറിയാം ഇത് തെറ്റാണെന്ന്. എനിക്ക് തെറ്റാണെന്ന് ബോധ്യമായിട്ടും അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാത്തത് തനിക്ക് കയ്യിൽ കിട്ടിയ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഉറപ്പ്. അതിലെനിക്ക് യാതൊരു ആരാണെങ്കിലും എന്റെ പ്രിയ, എനിക്കൊരു തെറ്റു പറ്റിയാൽ അത് തെറ്റാണ് എന്ന് പറയാൻ ഞങ്ങൾ ബോധ്യം എനിക്കുണ്ടാവണം. തെറ്റാണ് മനസ്സിലായിട്ട്. ഇല്ലെങ്കിൽ പിന്നെ അവൻ ദുനിയാവിലെ സുൽത്താനായേക്കാം ചിലപ്പോൾ, പക്ഷെ ആഖിറത്തിലെ സുൽത്താനാവൂല. അവൻ അഹബ്ബ ദുനിയാഹു അവറദി ആഖിറതഹി, ആഖിറത്തിലെ ഏറ്റവും ഗതികെട്ടവൻ അവനായിരിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ പറയൂ മനുഷ്യന്മാരെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഏത് വഴിയാണെങ്കിലും ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യമുണ്ടായാൽ പറയാൻ കഴിയില്ല. കാരണം എന്താ പറഞ്ഞാൽ തഴപ്പവും. അതല്ല രാഷ്ട്രീയത്തിൽ വരെ സാമുദായികത്തിൽ വരെ. ഞാൻ അതിനകത്തേക്ക് കിടക്കുന്നില്ല. സ്ഥലം ഭീമാപ്പള്ളിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എനിക്ക് പേടിയുണ്ടെന്നല്ല, നല്ല സ്നേഹമുള്ളവരെന്നല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ അങ്ങനെ നിഴലിനെ തള്ളിപ്പറയുന്ന മഹാന്മാരായി അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിഴലിനെ തള്ളിപ്പറയുമ്പോഴാണ് മഹാനാവുക. അല്ലാതെ കൂടെ നിൽക്കുന്നവൻ ഇവൻ മഹാനാണെന്ന് പറഞ്ഞാൽ അവൻ മഹാനാവില്ല. അതൊരു മാതിരി നെറ്റ്വർക്ക് കറാമത്ത്. നെറ്റ്വർക്ക് കറാമത്ത് എന്ന് പറയുന്ന കറാമത്തുണ്ട്. ഞാനൊരു അത്ഭുതം കാണിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞു, നീ അത് അയാളോട് പറഞ്ഞു. അയാൾ പറഞ്ഞു ശൈഖുന കറാമത്താണ്. അടുത്ത ആളോട് പറഞ്ഞു. ഇങ്ങനെ ബായ്ക്കിലോട്ട് പറഞ്ഞു. ഇതാണ് നെറ്റ്വർക്ക് കറാമത്ത്. അവിടെ ഏറ്റവും പുറയിരിക്കുന്നവർക്ക് കണ്ടിട്ടില്ല. ഇത് ദുനിയാവിന്റെ ശൈലിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നല്ല മഹാന്മാരാക്കി നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ നല്ല മഹാന്മാരായി അള്ളാഹു സ്വീകരിക്കട്ടെ. അവരാണ് നിഴലിനെ തല്ലി പറയുന്ന മഹാന്മാർ. മഹാനാകണമെങ്കിൽ ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മഹാനാവണോ? വേണോ? ആകണം. ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. ഇത് മഹാൻ എന്ന് പറഞ്ഞാൽ ആർക്കും സമ്മാനാടിസ്ഥാനത്തിൽ കിട്ടിയതൊന്നുമല്ല. പച്ചത്തലപ്പുള്ള മാത്രം മഹാനാവൂ, അല്ലെങ്കിൽ വെള്ളക്കുപ്പായിട്ടോ മാത്രം മഹാനാവൂ. ഞാൻ ഇവിടുത്തെ കച്ചവടക്കാരൻ മഹാനാവൂല. അങ്ങനെ മഹാനാർക്കും ആവാം. ഒറ്റ നിബന്ധന പറഞ്ഞിട്ടെ. ആവോ لولا أن الشياطين يهومون على قلوب بني آدم لنظروا إلى ملكوت السماء. എന്റെ പൊന്നഭിമാ പള്ളിയിലെ പാവപ്പെട്ട ചെറുപ്പക്കാരെ, ആത്മീയ ചൂഷണത്തിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ താരത്തിലിരിക്കുന്ന സാദാ സീതാ നിനക്ക് മഹാനാവാൻ ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. ലൗലാ അന്ന ശയാതീന യഹ്റൂന അലാ ഖുലൂബി ബനി ആദം. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴാണോ പിശാചിനെ വെളിയിലാക്കുക, എന്നാൽ അവൻ ഇവിടെ ഇരുന്നു കൊണ്ട് ആകാശത്ത് കാണുന്ന രഹസ്യങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയാൻ അവന് കഴിയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. യഥാർത്ഥത്തിൽ എന്താ? ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. കൽബിന്റെ ഉള്ളിൽ ഇബ്ലീസ് ഉണ്ട്. അതിനെ ഇറക്കി വിട്ടാൽ നീ മഹാനാവും. പക്ഷെ അതിറങ്ങി പോവില്ല. അതിറങ്ങി പോവില്ല. കൽബിന്റെ ഉള്ളിൽ ഇബ്ലീസ് ഉണ്ട്. ഇബ്ലീസിനെ ഇറക്കി വിട്ടാൽ ഈ ടാറിട്ട റോഡിൽ ഇരുന്നിട്ട് ആകാശത്തോട്ട് നോക്കിയിട്ട് ചൊവ്വയിൽ ഇപ്പൊ എന്താ നടക്കണെന്ന് ഇവിടെ ഇരുന്നിട്ട് പറയാൻ കഴിയും. ഉറപ്പ്. പറഞ്ഞത് അഹമ്മദ് കബീർ അല്ല, സഹീഹുൽ ബുഖാരി, ഇമാമിന് ബഹുമാനപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പിന്നെ നടക്കൂല്ലോ. അപ്പൊ ഒറ്റ കാര്യം എന്തേ ഉള്ളൂ, ശൈത്താൻ ഇറക്കി വിടണം. അപ്പൊ ശൈത്താൻ കൂടെയുള്ളവൻ എന്ത് ചെയ്താലും, ശൈത്താൻ കൂടെയുള്ളവൻ അവൻ ഏത് അത്ഭുതം കാണിച്ചാലും അത് കറാമത്തല്ല, അവൻ സാഹിറാണ്, അവൻ മന്ത്രവാദിയാണ്, അവൻ
ശൈത്താൻ കൂടെയുള്ളവൻ ഏത് കാര്യം കാണിച്ചാലും അത് കറാമത്തല്ല, അതെന്താണ്? അത് സിഹറാണ്. രണ്ട് മനസ്സിലാക്കണം. ഞാൻ അതിലേക്ക് പോയാൽ ഒത്തിരി പറയേണ്ടി വരും. ഞാൻ വിഷയം തന്നെ ഇവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ട്. ഖുർആൻ സിഹറും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ എന്താ അതെന്തുകൊണ്ടാവില്ല? എന്റെ നാട്ടിൽ ഒരു ചുമട്ടുകാരനുണ്ട്. അയാളുടെ ജോലി ചുമടി വെക്കല. അയാൾ അത്യാവശ്യം ചില മാന്ത്രിക വിദ്യകളൊക്കെ കാണിക്കും. ചെറിയ മാജിക്കുകാരനോ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഞങ്ങൾ സ്കൂൾ വിദ്യാർത്ഥി ഇവിടെ ഇടുക്കിയില്, അവിടെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോ ഈ ചുമട്ടുകാരൻ കൂലിപ്പണിക്കാരന് തടി വെട്ടാൻ പോകും, ഉടലിയായി കുന്താലിയുമായിട്ട് കളിക്കാൻ പോകും. ഇടയ്ക്കിടയ്ക്ക് ഒഴിവ് സമയം കിട്ടുമ്പോ സ്കൂളിൽ മാജിക്ക് കാണാൻ വരും. ഒരു ദിവസം അയാൾ സ്കൂളിൽ മാജിക്ക് കാണിക്കാൻ വേണ്ടി വന്നു. ഒരു വെള്ള പേപ്പർ എടുത്ത് കയ്യിലെടുത്ത് ഞങ്ങളോട് വിളിച്ചത് എന്താണെന്നറിയാവോ? ഇത് വെള്ള പേപ്പറാണ്. എന്താ ഞങ്ങൾ വെള്ള പേപ്പറാ. 4 കറക്കൊക്കെ കറക്കി ഒരു ഭൂവൊക്കെ വിളിച്ചു. പിന്നെ അയാൾ പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോ അത് 1000 രൂപയുടെ നോട്ടായി മാറി. ഞങ്ങളൊക്കെ അത്ഭുതത്തോടെ നിന്നു. പിറ്റേ ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോ ഈ മനുഷ്യൻ അന്നത്തെ അരി മേടിക്കാൻ വേണ്ടി അയാൾ കോടാലിൽ തോളി തൂക്കി മരം വെട്ടാൻ പോകുന്നു. ഞാനോട്ട് പടച്ചോനെ, ഈ പാവപ്പെട്ടവൻ അതിന് പോണ എന്തിനാ? ഇയാൾ 10 വെള്ള പേപ്പർ എടുത്തിട്ട് 1000 രൂപയ്ക്കാ പോട്ടെ. എടാ മോനെ, ആ 1000 രൂപ കൊടുത്ത റേഷക്കടയിൽ അരി കിട്ടൂല. മന്ത്രവാദി അയാൾ വെള്ള പേപ്പറിൽ കാണിച്ച 1000 രൂപ, ഈ 1000 രൂപ റേഷക്കടയിൽ കൊടുത്താൽ അരി കിട്ടൂല. അത് അയാൾ അപ്പം മുമ്പിലുള്ള ആളുകളുടെ കണ്ണൊന്ന് വെട്ടിക്കാൻ ഈ വെള്ള നോട്ടിന് എന്നാ പിന്നെ അതുകൊണ്ട് അരി മേടിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒന്നാവാൻ കഴിയില്ല. അതെന്തിനാ കഴിയൂ? ഒരാള് ഒരു കറാമത്ത് ചെയ്താൽ അവൻ പിന്നെ കറാമത്ത് കാണിക്കാൻ പറ്റൂല. പിന്നല്ലേ ഹറാം? കറാമത്ത് ചെയ്താൽ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ട് നോക്ക്, അയാൾക്ക് കറാമത്തുണ്ടാവും, ഉറപ്പാണ് മനുഷ്യന്. പക്ഷെ അവനൊരു കറാമത്ത് ചെയ്യുന്നവനാണെങ്കിൽ അവന്റെ അടുത്ത് നിന്ന് കറാമത്തുണ്ടാവില്ല. ഉണ്ടായാൽ അത് സിഹറാണ്, അത് മാരണ വിദ്യയാണ്, കണ്ണുകെട്ടാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെരുപ്പെടുത്തിട്ട് ശൈത്താനെ കാണിച്ചു. ശൈത്താൻ ഓടി. ബഹുമാനപ്പെട്ട ഇമാമിന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ഇബ്ലീസ് വന്നു. ആ ഇബ്ലീസിനെ ചെരുപ്പെടുത്ത് കാണിച്ചു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പ് കണ്ട ഇബ്ലീസ് ഓടാൻ തുടങ്ങി. വലിയ മഹാന്മാരാണ്. അവരെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് കണ്ടൻ ഇബ്ലീസ് ഓടും. ഇപ്പൊ വലിയ മഹാന്മാരെന്ന് പറയുന്ന ആളുകളുടെ കൂടെ ഇബ്ലീസ് നടക്കുക. ആ കൂടെ തന്നെ ഇബ്ലീസ് നടക്കുക. എന്റെ പ്രിയപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായി. അവിടുത്തെ ഒരു വലിയ ആലിമിന്റെ ഒരു മഹാനായ ആളുടെ ചെരുപ്പ് ഇബ്ലീസിനെ കൊണ്ടുപോയി കാണിച്ചു. ഇബ്ലീസ് പറഞ്ഞു, കാണിച്ച ആളോട്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായി, ഇത് കിതാബിനെ വഫാത്തായി. മാനാഹാണോന്റെ ചെരുപ്പ് കണ്ടാൽ ഇബ്ലീസ് ഓടും. വഫാത്തായി. അപ്പൊ വേറൊരു വലിയ ശൈഖുനാന്റെ അവിടെ തന്നെ ജീവിച്ചിരിക്കണം ആളുകൾ ഹുനാക്കിയ ശൈഖുനാന്റെ ചെരുപ്പ് കൊണ്ടുപോയി കാണിച്ചു. ആ ചെരുപ്പ് കാണിച്ചപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, നല്ല ചെരുപ്പിന്റെ ഉടമ മരിച്ചു എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ആ ചെരുപ്പ് വാങ്ങിച്ച് കൊണ്ടുവന്നവന്റെ മുഖത്തടിച്ചു ഇബ്ലീസ്. കൊണ്ടുവന്നവന്റെ മുഖത്തടിച്ചു ഇബ്ലീസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തേതൊരു മനുഷ്യനും വലിയവനാകുന്നത് അവന്റെ ഹൃദയത്തിൽ നിന്ന് ഇബ്ലീസിനെയും നിഴലിനെയും പിടിച്ചടക്കി വിടുമ്പോഴാണ്. കറാമത്ത് ചെയ്തവൻ പോലും കറാമത്തിന്റെ ഉടമസ്ഥനാവുകയില്ല. ഉറപ്പാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. എന്നെ ഇപ്പൊ നിങ്ങൾ അടുത്ത പ്രാവശ്യം പ്രസംഗിപ്പിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, കാര്യം പറയുക എന്നുള്ളത് ഇത് സുന്നത്യമാത്തിന്റെ അക്കീദയാണ്, വേറെ ആളുടെ അക്കീദല്ല. അല്ലാതെ പറയട്ടെ, കറാഹത്ത് ചെയ്യുന്നവന് വിലായത്ത് ചെയ്യാൻ പറ്റും? ഇല്ല മോനെ. ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഒരു വലിയ എന്താ പറയുന്നത് മഹാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആളുകളൊക്കെ മുത്താൻ മണത്താനും തിരക്കായി. മുത്താൻ പറ്റാത്തവര് കൈ മുത്തി, കാലി മുത്തി, മുത്താൻ പറ്റണത്തൊക്കെ മുത്തിയവനെ മുത്തി. അങ്ങനെ ആളുകൾ വന്നപ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ശൈഖുനാൻ ഇപ്പൊ മുത്താൻ പറ്റൂല, ശൈഖുന ഉറക്കത്തിലാണ്, വേണമെങ്കിൽ നേരത്തെ മുത്തി മുരീദിനെ മുത്തിയിട്ട് നിങ്ങൾക്ക് പോവാം. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇയാളെ കാണാൻ വേണ്ടി പോയി. യഥാർത്ഥ വരി വരുന്നറിഞ്ഞപ്പോൾ വ്യാജൻ പമ്പ കടന്നു പോയി. മഹാനവർ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെത്തി. മുരീദന്മാരെ പറഞ്ഞു, ശൈഖുന ഇവിടെ ഇല്ല, അദ്ദേഹം എവിടെ വെളിയിൽ പോയിരിക്കുകയാണ്.
മഹാനവർ ചോദിച്ചു അദ്ദേഹം താമസിക്കുന്ന സ്ഥലം എവിടെ? ആ സ്ഥലം കാണിച്ചു കൊടുത്തു. നോക്കിയപ്പോൾ മുരീദന്മാര് പറഞ്ഞു ഇവിടെയാണ് അദ്ദേഹം നിസ്കരിക്കുന്നത്. എത്രയോ നാളുകളായി അദ്ദേഹം സുജൂദിൽ തന്നെയാണ്. ആ സമയത്ത് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകൾ പറഞ്ഞു ഇവൻ യഥാർത്ഥ വലിയല്ല. ചോദിച്ചു നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ അത്ഭുത കറാമത്തുകൾ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ അങ്ങനെ പറയുക? ബഹുമാനപ്പെട്ട മഹാനവറുകൾ പറഞ്ഞു അയാൾ സുജൂദ് ചെയ്യുന്ന സ്ഥലമല്ലേത്? അതെ, അയാളുടെ മുൻകൈയുടെ മാത്രം അടയാളം ഇവിടെ കാണാം. ആ മനുഷ്യൻ സുജൂദ് ചെയ്യുമ്പോൾ കൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വെക്കാൻ പറഞ്ഞ സുന്നത്തായ രീതിയിലല്ല അയാൾ വെച്ച് നിസ്കരിക്കുന്നത് എന്ന് അയാൾ നിസ്കരിച്ച മുസല്ലയുടെ പാട് കാണുമ്പോൾ അറിയാം. ഹബീബായ നബിയുടെ ഒരു സുന്നത്ത് ഉപേക്ഷിച്ചവൻ ഒരിക്കലും. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് നോക്കണേ? നിങ്ങൾ എന്നെ കണ്ണ് കാണിച്ച് പേടിപ്പിച്ചിട്ട് കാര്യമില്ല. ഹബീബായ നബിയുടെ സുന്നത്ത് ഉപേക്ഷിച്ചവൻ ഖാമത്തിന്റെ ഉടമസ്ഥനാവുകയില്ല. കാരണം എന്താ? അയാൾ നിഴലിനെ പ്രണയിക്കുന്നവനാണ്. എപ്പോഴും കറാഹത്തുകളും ഹറാമുകളും ചെയ്യുക. മഹാന്മാരോ ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫീതനാ. അവർ ഈ ദുനിയാവിനെ തലാഖില്ലവരാണ്. അവർ ഈ നിഴലിനെ പ്രണയിച്ചവരല്ല. അതുകൊണ്ടാണ് വെഞ്ചാമരം വീശുന്ന തോടിമാരുടെ നിഴലുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് നെല്ലും പതിനും തിരിച്ചറിയാൻ കഴിയണം. വെഞ്ചാമരം വീശുന്ന തോടിമാരുടെ നിഴലിൽ നിന്ന് സ്വന്തം പല്ലക്കിൽ കിടന്നിറങ്ങിയ സൈന്യവും വിട്ടിട്ട് ആരെവിടെ എതിരൊരുക്കുമ്പോ അടിയെന്ന് വിളിക്കാറ് ആയിരക്കണക്കിന് ആളുകൾ തന്നെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ആ സമയത്ത് കൊട്ടാരത്തിന്റെ നടുവിൽ നിന്നൊരു രാത്രിയിൽ തന്റെ സ്ഥാന വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കുപ്പായം എന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് മരത്തിന്റെ തോലും ധരിച്ചുകൊണ്ട് വെളിയോട്ടിറങ്ങി കാട്ടിലേക്ക് പോയി. മരത്തിന്റെ തോലും ധരിച്ചിട്ട് മരപുരിയും ധരിച്ചിട്ട് ഒരു വെള്ളം വാങ്ങിക്കുന്ന പാത്രം മാത്രം കയ്യിൽ വെച്ച് കാട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോ തിരിഞ്ഞു നിന്ന് തന്റെ കൊട്ടാരത്തെ നോക്കിയിട്ട് പാട്ട് പാടിയില്ലേ? എനിക്ക് വേണ്ട ഈ കൊട്ടാരം, എനിക്ക് വെഞ്ചാമരം വേശുന്ന തോടി വേണ്ട, എനിക്ക് രാജ്യം വേണ്ട, എനിക്ക് കസവിന്റെ ചട്ടം വേണ്ട, എനിക്ക് ഈ ദുനിയാവിന്റെ വെഞ്ചാമരം വേണ്ട. അല്ലാഹുവേ അല്ലാഹുവേ എനിക്ക് നീ മതി റബ്ബേ എന്ന് പറഞ്ഞ് സിംഹാസനത്തിന്റെ ചെങ്കോല് വലിച്ചെറിഞ്ഞിട്ട് ആയിരക്കണക്കിന് പ്രജകൾ വന്ന് കാല് പിടിച്ച് രാജാവേ പോകരുതേ. തന്റെ പ്രിയപ്പെട്ട മകനെയും ഒക്കത്ത് വെച്ചുകൊണ്ട് ഭാര്യ വന്നിട്ട് പറഞ്ഞ് പ്രിയപ്പെട്ട ഭർത്താവ് ഈ മകന്റെ മുഖം കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുക? പ്രിയപ്പെട്ട പൊന്നുമോന്റെ ചിരി കണ്ടിട്ട് തന്റെ കണ്ണുകൾ പടച്ചറപ്പിനെ കടച്ചു പിടിച്ച് രാജ്യം വിട്ടിട്ടോടിയ മനുഷ്യനാണ്. അതിനാ സമയത്ത് വല്ലാതെ മഴ തീർത്തു പെയ്യുമ്പോ തലചായ്ക്കാൻ ഒരിടമില്ലാതെ പേമാരി പെയ്യുന്ന മഴയത്ത് ശരീരം മുഴുവനെ തണുത്ത് പറക്കുമ്പോ തൊട്ടടുത്ത് കണ്ട പള്ളിയുടെ വരാന്തരയിൽ കയറി തണുത്ത് പറച്ച് കിടന്നുറങ്ങുമ്പോ പള്ളിയുടെ മുക്കിൽ വന്നിട്ട് പറഞ്ഞില്ല ആളുകൾക്ക് കിടക്കാൻ ഈ പള്ളിയിൽ വാടമില്ലെന്ന് പറഞ്ഞ് തിമിർത്ത് പെയ്യുന്ന പേമാരിയെ കയ്യിൽ പിടിച്ചു പള്ളിയുടെ മുക്കിൽ ഇറക്കി വിടുമ്പോ ആ സമയത്ത് കബർസ്ഥാനിലേക്ക് കടന്നിരുന്ന് കബറിന്റെ തലഭാഗത്ത് വെച്ച മീസാങ്കല്ലെടുത്ത് തന്റെ തലയിൽ വെച്ചിട്ട് ആ പാതിരാ സമയത്ത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പാതിരാ സമയത്ത് കൊട്ടാരത്തിൽ കിടക്കേണ്ട രാജാവ് കബർസ്ഥാനിലെ കബറിന്റെ തലഭാഗത്ത് നിൽക്കുന്ന മീസാങ്കല്ല് തന്റെ തലയിൽ വെച്ചിട്ട് കബർസ്ഥാനിൽ കിടന്നുറങ്ങി. സുൽത്താനുൽ ആരിഫീൻ, ലോകത്തിലെ കറാമത്തുകളുടെ ഉടമസ്ഥരുടെ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എവിടെ കിടന്നുറങ്ങി? കൊട്ടാരത്തിന്റെ കോടികളുടെ കടവിട്ടിട്ട് കബർസ്ഥാനിലെ മീസാങ്കല്ലിൽ കിടന്നുറങ്ങി സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു. എന്താ കാര്യം? കോടികളുടെ കൊട്ടാരം വിട്ടിട്ട് കബർസ്ഥാനിലെ മീസാങ്കല്ലിൽ തലയിൽ വെച്ചിട്ട് കിടന്നുറങ്ങി. ആര്? എന്റെ സാധ്യതയില്ലേ? സാധ്യതയുണ്ട് സഹോദരങ്ങളെ. അള്ളാഹു വിചാരിച്ചാൽ ആ കൊട്ടാരത്തിൽ അയാൾക്ക് കിടന്നുറങ്ങാം. പക്ഷെ മനസ്സ് വിട്ടു. നിഴലിനോടുള്ള പ്രണയമില്ല, മനസ്സ് വിട്ടു. കൊട്ടാരത്തിലെ പരിചാരിക രാജാവിന്റെ റൂം അടിച്ചു തുക്കൊണ്ടിരിക്കുക. ഒരു നിമിത്തം വേണം മനുഷ്യന്മാരെ.
അടിച്ചു തൂത്തോണ്ടിരിക്കുക. ആ സമയത്ത് പരിചാരിക പോയി രാജാവിന്റെ പട്ടുമറ്റയിലും എല്ലാം തൊട്ടു നോക്കി. എന്താ മിനുസം, എന്താ മിനുസം, നല്ല സുന്ദരമായ കടപ്പറ. പോപ്പ് ഗായിക ഫുട്ബോൾ കളിക്കാരാ മറഡോണ പോപ്പ് ഗായി. നീ എന്താ കൊള ചീത്തപ്പേര് കളഞ്ഞല്ല. മറഡോണ പോപ്പ് ഗായിക ഇല്ല. പോപ്പ് ഗായിക മഡോണ പാം ജുമൈറ ദ്വീപിലെ JBRിലെ ദുബൈയിലെ JBRിലെ ജുമൈറ ബീച്ച് റിസോർട്ട്, JBRിലെ പാം ബീച്ചിലെ കടലിന്റെ ഉള്ളിലെ ബെഡ്റൂം പണിതിട്ടാണ് പോപ്പ് ഗായിക മഡോണ കിടന്നുറങ്ങുന്നത്. മഡോണയുടെ ബെഡ്റൂമിന്റെ ഭിത്തിയിൽ ഗ്ലാസ് ആണ് വെച്ചിരിക്കുക. ഗ്ലാസിലെ കട്ട മാറ്റിയാൽ തിരമാലകളുടെ മറുഭാഗത്ത് കുതിച്ചോടുന്ന ഡോൾഫിനെയും സ്രാവിനെയും കണ്ടിട്ടാണ് മഡോണ കിടന്നുറങ്ങുന്നത്. ദുനിയാവിൽ ആർക്കാവട്ടരമണിയാത്തത് പോപ്പ് ഗായിക മഡോണയ്ക്ക് JBRിൽ വീടുണ്ട്. JBRിൽ വീടുണ്ട്. ആ വീട്ടില് പത്രമൊക്കെ വല്ലപ്പോഴൊക്കെ വായിക്കണം. ഒന്നും അല്ലെങ്കിൽ കലാപ്രേമിയെങ്കിലും വായിക്കണം. പക്ഷേ 50 വർഷമായിട്ട് ആ ഒരു പത്രം പോലും ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. വായിക്കുന്നത് എത്ര ആവട്ടെ, വരിക്കാനാവുന്ന എത്ര ആവട്ടെ. വായിക്കുക, വരിക്കാരാവുക. ഞാൻ എറണാകുളത്തൊരു പ്രസംഗം നടത്തുന്നത് വിഷയം തന്നെയാവുന്ന ഖുർആൻ വായിക്കുക, വരിക്കാരാവുക എന്നാണ് വിഷയം. ഖുർആൻ വായിക്കുക, വരിക്കാരാവുക. 50 വർഷമായിട്ട് ഒരു ദിവസം പോലെ പത്രം മുടങ്ങിയിട്ടില്ല. അതൊരു വലിയ കാര്യമില്ല. എന്തെങ്കിലും അവിടെ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ സമയത്ത് ഓർക്കുന്നുണ്ട്. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഏതായാലും സഹോദരങ്ങളെ, ദുനിയാവിൽ സുൽത്താന് പണിയാൻ കഴിയും. അതിനുള്ള സാധ്യതകൾ മുമ്പിലുണ്ട്. രാജാവിന്റെ ഈ പട്ടുമത്തയിൽ എന്തൊക്കെ മത്തെ, രാജാവിന്റെ പട്ടുമത്തയിൽ പരിചാരികൊന്ന് മെല്ലെ തൊട്ടു നോക്കി. നല്ല നനനനത്ത മിനുസം. അതിൽ കിടക്കണമെന്ന് അടിച്ചുമാരി പെണ്ണിനൊരു മോഹം. അടിച്ചുമാരി പെണ്ണ് ആ പട്ടുമത്തയിൽ കിടന്നുറങ്ങി. രാജാവ് സർവാടിമന വിഭൂഷിതനായി പട്ടമഹർഷിയുടെ തോളിൽ കൈയിട്ട് തന്റെ ചൂടും അനുഭവിക്കാൻ രാജാവ് വരുമ്പോ പട്ടുമത്തയിൽ കിടക്കുന്നു അടിച്ചു തൂക്കുകാരി തൊഴിലാളി. രാജാവ് അലറി. പെണ്ണ് ചാടി എഴുന്നേച്ചു. അറിയാതെ ഒന്ന് കിടന്നു പോയതാണ്. ചാടി എഴുന്നേറ്റ പെണ്ണിനെ രാജാവ് മുഖത്തടിച്ചു. പെണ്ണ് ചിരിച്ചു. അടികൊണ്ട പെണ്ണ് ചിരിച്ചു. പിന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് ചിന്തിക്ക് മനുഷ്യന്മാരെ പിന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. നിർത്താത്ത കരച്ച്. രാജാവിന് അത്ഭുതമായി. അടികൊണ്ട പെണ്ണ് ചിരിച്ചു. പിന്നെ കരഞ്ഞു. രാജാവ് പെണ്ണിനോട് ചോദിച്ചു, പെണ്ണെ അടി തന്നപ്പോ ആദ്യം നീ ചിരിച്ചു, പിന്നെ കരഞ്ഞു, എന്റെ കാര്യം? പെണ്ണ് പറഞ്ഞു, എന്റെ രാജാവിന്റെ ഈ മിനിമിനിത്ത കൈ, രാജ്ഞിയുടെ കവളത്ത് മാത്രം തലോടുന്ന അങ്ങയുടെ കൈ ഒരടിക്കാൻ വേണ്ടിയാണെങ്കിലും എന്റെ കവളത്തൊന്നും തൊട്ടല്ലോ. ആ ഒരു അതോർത്തിട്ട് രാജ്ഞിയുടെ കവളത്ത് മാത്രം തലോടുന്ന അങ്ങയുടെ കൈ ഒരടി കിട്ടിയിട്ടാണെങ്കിലും എന്റെ കവളത്തൊന്ന് തൊട്ടല്ലോ. അതുകൊണ്ട് ആ സൗഭാഗ്യം ഓർത്തിട്ട് ഞാൻ ചിരിച്ചതാണ്. പിന്നെയാണ് ഞാൻ ഓർത്തത്, അറിയാതെ ഒരു 10 മിനിറ്റ് ഈ പട്ടുമത്തയുടെ സുഖം ആസ്വദിച്ച് ഞാനിവിടെ ഒന്ന് കിടന്നുറങ്ങിയതിന് അങ്ങ് എന്നെ ഒരു പ്രാവശ്യം അടിച്ചെങ്കിൽ ഈ ആയുസ് മുഴുവനും ഈ പട്ടുമത്തയിൽ കിടന്നുറങ്ങുന്ന നിങ്ങളുടെ യജമാനായ അല്ലാഹ് എത്ര പ്രാവശ്യം അടിക്കുന്നോർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് പറഞ്ഞു. എന്റെ രാജാവിനെ ഞാനറിയാതെ 10 മിനിറ്റ് കിടന്നപ്പോ എന്റെ യജമാനായ നിങ്ങൾ എന്നെ അടിച്ചു. പക്ഷെ കാരാകാരം കിടക്കുന്ന നിങ്ങളുടെ യജമാനായ തമ്പുരാൻ നാളെ എത്ര പ്രാവശ്യം അടിക്കുമെന്നോർത്തിട്ടാണ് എന്റെ രാജാവിന് ആഹാരത്തിൽ കിട്ടുന്ന അടിയോർത്തിട്ടാണ് ഞാൻ കരഞ്ഞതെന്ന് പരിചാരക പറഞ്ഞു. ആ സമയത്താണ് ഈ രാജാവാണ് ഇബ്രാഹിമിന് അദ്ദേഹം. ആ സമയത്താണ് രാജാവിന്റെ മനസ്സിൽ ജീവനിയർ അല്ലാഹുവേ, ശരിയാണല്ലോ തമ്പുരാന്, ഈ നിഴലിനെ പ്രണയിച്ച് ദുനിയാവിൽ കിടക്കുന്ന ഞാൻ നാളെ ആഖിറത്തിൽ എത്ര പറയേണ്ടി വരും. രാജാവ് വിട്ടു. രാജാവ് വിട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് രാജാവ് പിന്നെ കൊട്ടാരം വിട്ടിട്ട് നിഴലിനെ വിട്ടിട്ട് ആഖിറത്തെ സ്നേഹിച്ചത്. അപ്പൊ പിന്നെ ആഖിറത്തെ സ്നേഹിച്ചപ്പോ തലയിൽ തലയണയല്ല മീസാൻകല്ലായി മാറി. മീസാൻകല്ലായി. രാജാവ് തെറ്റിനോട് വിട പറഞ്ഞു. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എങ്ങനെയായി മാറി? നമുക്ക് തെറ്റ് ചെയ്തു എന്ന് ബോധവുമില്ല. ഇനി അഥവാ തെറ്റ് ചെയ്തു എന്ന് ഒരാൾ പറഞ്ഞാൽ തന്നെ അത് തെറ്റാണെന്ന് നമുക്കൊന്ന് തോന്നുന്നുമില്ല. ഏറ്റവും ഒരു അപകടം ഇതാണ്.